പറഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്ത് പഠിച്ചു. ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹ്ക്കാണ്. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് ഈ ജീവിതം ഒരു ജീവിതമേ അല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആ ജീവിതത്തിലേക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം. അനിവാര്യമായ 3 ചിന്തകൾ ഉണ്ടാവണം. ആ 3 ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാവർത്തികമാക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ വെക്കണം. നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്കി 2 കൈയും വെക്ക്. മാഷാ അല്ലാഹ്. താഴ്ത്തിയിട്ട് ഉറക്കം പോകാൻ വേണ്ടി ചെയ്താൽ വേറൊന്നുമില്ല അതിനകത്ത്. ഒന്ന് റീഫ്രഷ്മെൻ്റ് ചെയ്താണ്, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി. നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഓണാക്കുമ്പോൾ കാണൂലേ റീഫ്രഷ്, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചിന്ത. അപ്പോൾ ആണുങ്ങൾക്ക് ബക്കറ്റില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള മുസാഫത്താ? ആള് ബിരുദന്മാരാണ് കേട്ടാ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബക്കറ്റ് പിരിവില്ല. അവസാനം എല്ലാവരും വന്നൊന്ന് മുസാഫത്ത് ചെയ്യണം. ഒരു നല്ല സദക്കയാണ്. ഇൻഷാ അല്ലാഹ് വരൂലേ? അതാ സമയമാകുമ്പോൾ മുങ്ങൂ. ഇപ്പം നമ്മളൊക്കെ വാതിന് പോകുമ്പോൾ ബക്കറ്റിൻ്റെ മുകളിലൊരു വലിയ തുണി കെട്ടിയിട്ടൊരു ചെറിയ ഹോളാണ് ഇടുക. ഇപ്പോൾ ഞാൻ സകാടവരോട് ചെന്താന്ന് അതങ്ങോട്ട് ഇടുകയേ ചെയ്യാവുള്ളൂ, വെളിയിലോട്ട് എടുക്കാൻ പാടില്ല. കാരണം ചില ആളുകൾ 50 അതിനകത്തിട്ടിട്ട് 100 തിരിച്ചെടുക്കും. വാതിൻ്റെ ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു പേടിയുള്ള ആളുകളില്ല. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേടിയില്ല. ഒന്നാമത് തെറ്റ് ചെയ്യുന്നവനല്ല. പണ്ട് നമ്മളെങ്ങാനൊരു തെറ്റ് ചെയ്താൽ നമ്മൾ സമ്മതിക്കുവാൻ, ഇപ്പം സമ്മതിക്കില്ല. പണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഈ മോശമായ ഫിലിമുകളുണ്ട്. എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പോസ്റ്റർ എങ്ങാനും നോക്കി നിന്നാൽ വാപ്പ കണ്ടാ പിടിച്ചിട്ട് നീ എന്ത് വൃത്തികേടാ കണ്ട, വാപ്പ അടിച്ച് പൊതിച്ചു കളയും. വാപ്പാനോട് അല്ലാ വാപ്പ ഞാൻ കാണുകയോ ഇല്ല. അങ്ങനെയല്ലേ പറയൂ? അങ്ങനെയല്ലേ പറയൂ? നിങ്ങളെന്ത് മനുഷ്യന്മാരെ, ഇനി അതിന് ബുഖാരി ഓതണോ? അങ്ങനെയല്ലേ പറയൂ? ഉറപ്പാണ്. ഇപ്പോ ഫോണിൽ ഏതൊരു മോശമായ പിക്ചർ വന്നു. എന്തിനാണ് അത് കണ്ടതെന്ന് ചോദിച്ചാൽ അപ്പ കുട്ടി പറഞ്ഞത് അള്ളാണ് വാപ്പ, ഇത് ഞാൻ ഇട്ടതല്ല, ഇത് വേറൊരുത്തൻ്റെ കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ലൈക്ക് ചെയ്തപ്പോൾ അവൻ്റെ അതിനകത്ത് വന്ന പിക്ചറൊക്കെ ഇതിനകത്ത് വന്നതാണ്. ഞാൻ അവനോട് എനിക്ക് അയക്കരുതെന്ന് അള്ളാണ്, ഞാൻ ചെയ്തതല്ല. ഇപ്പം തെറ്റ് ചെയ്താൽ സമ്മതിക്കില്ല. പണ്ട് കാലത്ത് തെറ്റ് ചെയ്താൽ സമ്മതിക്കും. കാരണം അള്ളാനെ പേടി വല്ലാതെ കുറഞ്ഞു വരികയാണ്. കുരുത്തക്കേട് കാണിച്ച കുട്ടിയല്ല പ്രതി, ആ കുട്ടിയെ അടിച്ച അധ്യാപകനാണ് പ്രതി. അല്ലേ? എല്ലാവരും തലയാട്ടുന്നു. ഉസ്താദെ എല്ലാം ശരിയാണ്, അവനാൻ്റെ മക്കളെ അടിച്ച അപ്പോൾ കാണുകയും ചെയ്യാം. എന്നെ മദ്രസയിൽ ഒരിക്കലും ഉസ്താദ് അടിച്ചു. ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മയോട് പറഞ്ഞു അയാൾ ശരിയല്ല, മുസ്ലിയാർ ശരിയല്ല എന്ന് പറഞ്ഞു. ഉമ്മ ഒരെണ്ണം എൻ്റെ കഴുക്കത്ത് തിരിച്ചിങ്ങോട്ട് പോടാ മദ്രസ എന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങാനും അതുകൊണ്ട് ആ മകൻ ഇന്ന് ഇങ്ങനെയായി. അടിച്ച ഉസ്താദാണ് പ്രതി, മോശം കാണിച്ച വിദ്യാർത്ഥിയല്ല. തെറ്റുകൾ സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കാൻ. അതൊന്നും തെറ്റല്ല. നമ്മൾ വേറൊന്നിനെ കീഴ്പ്പെട്ടു പോയി. നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് 24 മണിക്കൂർ ഈ വാട്സപ്പ്. ഒരു ഫോണുമുണ്ട്. ആ ഫോണൊക്കെ ഒരു മുസല്ലയുടെ വലിപ്പം കാണും. അത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ട മുമ്പിലെങ്ങിടും. പുറകെ കൈകെട്ടണ വേണ്ട ഏതോ പിള്ളേരുടെ മയ്യത്ത് നിസ്കാരം എന്ന് വിചാരിക്കും. ഇത് വാട്സപ്പ്. ആണുങ്ങൾക്ക് മുഴുവനും വാട്സപ്പിന്റെ ലഹരി, പെണ്ണുങ്ങൾക്ക് മുഴുവനും സീരിയലിന്റെ ലഹരി. അതിന്റെ രണ്ടിനെയും മുമ്പിലിരുന്നാൽ പിന്നെ അവർക്ക് സ്ഥലകാല ബോധമില്ല. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ഞെക്കിയാ പോവുക. വണ്ടി വന്ന് കയറിയാലും അറിയില്ല. ബസ് വന്ന് ഓണടിക്കാൻ നിങ്ങൾ നോക്കൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ ഡ്രൈവർ വരുന്നു, സാമാന്യ സ്പീഡുണ്ട്. ഫ്രണ്ട് റോഡ് സൈഡിൽ കിടന്ന ഒരു വണ്ടി നേരെ വട്ടം തിരിച്ചു. എൻ്റെ ഡ്രൈവർ നിർത്താതെ അടിച്ചിട്ടും അവൻ വട്ടം തിരിക്കാൻ അടുത്ത് വന്ന് ഒരു വ്യക്തി ചവിട്ടിയിട്ട് നോക്കുമ്പോൾ അവൻ ഒറ്റ കയ്യിലാണ്, ഇതിനകത്ത് മൊബൈലാണ്. ആലോചിച്ച് നോക്കി. ഹോണിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അവ അറിഞ്ഞിട്ടില്ല ഒരു ലഹരിയാണ് വാട്സപ്പ് എന്ന് പറയും. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. സലാം പറയാൻ ആളില്ല. മയ്യത്ത് കണ്ടാൽ സലാമില്ല. ഈ ഞെക്കല് തന്നെ. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് നേരെ പോയി വീട്ടിൽ പോയി കയറി.
അവൻ ഞെക്കി 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 ഇങ്ങനെ പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ടോണ്ടിരുന്ന പെണ്ണ് നേരെ ചായ ഇട്ടോണ്ട് ഇവന്റെ കൈ കൊണ്ടു കൊടുത്തു. പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ഇവൻ ഞെക്കി 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 പോയി നേരെ ഒരു വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ട് ലഹരി മൂത്ത പെണ്ണ് ചായ ഇട്ട് അടുക്കളയിൽ പോയി, ഫ്രണ്ടിൽ ആണുങ്ങൾ വന്നപ്പോൾ അടുക്കളയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവന്ന് അവന്റെ കൈ കൊടുത്തു. ഇവൻ ഞെക്കി ഞെക്കി പോയി കയറിയത് ഇവന്റെ സ്വന്തം വീട്ടിലുമല്ല, അവള് ചായ ഇട്ട് കൊടുത്തത് സ്വന്തം ഭർത്താവിനുമല്ല. അവള് വിചാരിച്ചത് എന്റെ ഭർത്താവാണെന്നാണ്, ഇവൻ വിചാരിച്ചത് എന്റെ വീടാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരവസ്ഥ അല്ലേ? നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയാൽ ആദ്യം എല്ലാവരും കണക്കാണ്. നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി ആദ്യം മെസ്സേജ് വന്നോ ഇല്ലയോ? ഇത് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുകയാണ്. നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉണ്ടോ? ഇല്ല. മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ പണ്ടൊരു മരണ വീട്ടിൽ പോയാൽ അടുത്തു നിന്ന് മാറി നിന്ന് കരയും, അല്ലാഹുവേ നാളെ ഞാനും ഇതേപോലെ പോകേണ്ടതല്ലേ? ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫയഖിം ബിഅന്നക ബഅദഹാ മഹ്മൂലു. പടച്ചവനെ നാളെ ഇതേപോലെ എന്നെയും കൊണ്ടുപോകുമല്ലോ. ഇത് മയ്യത്ത് കണ്ടു മാറി നിന്നിട്ട് ചിന്തിക്കാൻ സമയമില്ല. അതാണ് പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയ വിശേഷം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഭാര്യ അവള് പോട്ടെ, അടുത്ത് എനിക്ക് കിട്ടും. ഏതോ ഒരു ദർഗയ്ക്കടുത്തുള്ള കിണറ്റില് പൈസ ഇട്ടാൽ പൈസ ഇടുന്ന സമയത്ത് മനസ്സിൽ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുമെന്നാരോ പറഞ്ഞു. ആ ദർഗയിലെ പൊട്ടക്കിണറ്റിൽ പോയി പൈസ ഇട്ടു. ഇടാൻ നേരത്തൊരു വലിയ കാര്യം മനസ്സിൽ വിചാരിച്ചു. അടുത്ത് ഭാര്യയുണ്ട്. ഭർത്താവിട്ട പൈസ എവിടെ വീണു എന്നറിയാൻ ഭാര്യ കിണറ്റിലോട്ട് എത്തി നോക്കി. അവൾ നേരെ കിണറ്റിൽ വീണു. അപ്പൊ ഭർത്താവ് പറയാണ്, പടച്ചോനെ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ മാതിരി. ഈ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് എല്ലാവർക്കും അവരവർക്ക് മറ്റൊരാൾ ഭാരമായി. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഭാരമായി. ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടമായില്ല. ഭർത്താവിന് ഭാര്യ കടമകൾ വീട്ടേണ്ട അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ കടമയായില്ല. ഭർത്താവിന് ഭാര്യ ഏത് സമയത്തും ഒഴിഞ്ഞു പോകേണ്ട ഒരു ചരക്കായി. മാതാപിതാക്കൾക്ക് മക്കള് ഭാരമായി, മക്കൾക്ക് മാതാപിതാക്കള് ഭാരമായി. സഹോദര, ഞാൻ നേരത്തെ പറഞ്ഞു, അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മാറിടത്തിൽ ചവിട്ടിപ്പിടിച്ച് കഴുത്തിൽ ശാളുമുളുക്കി കൊന്ന് വലിച്ചോണ്ട് പോയി മകൻ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കി. നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പേ കൊല്ലം ജില്ലയിൽ നിന്ന് വാർത്ത, ഈ അമ്മ സ്രാവിൽ കടന്ന മകനെ വലിച്ച് താഴെയിട്ട് മകനെ പോയി കത്തിക്കരിച്ച് ചാമ്പലാക്കി. അമ്മ പുശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ, ഈ ഭൂമിയിൽ മനുഷ്യന്മാരില്ല, രാക്ഷസന്മാര് വാണരുടുമ്പോ, ഓരോ ദിവസവും ഓരോ വാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് കടന്നു പോകുമ്പോ, സഹോദര ഇനി ഈ ലോകത്ത് ഏറ്റവും നല്ലവനായി ജീവിക്കണോ? അനിവാര്യമായ 3 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അക്കമിട്ട് പഠിച്ചോളുക. 1, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക. ഓരോ ആണിനോടും പെണ്ണിനോടും വിനീതനായ വാക്കവിയുടെ വാക്കുകൾ കാണത്തി. ഒരൽപ്പം കഴിയുമ്പോൾ നമ്മൾ പിരിയുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലോത്തിരിക്കാൻ ഇനി മുതൽ നമ്മുടെ ചിന്തകൾ ഈ ചിന്തയാകണേ. 1, എന്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. എന്റെ ചെറുപ്പക്കാരെ, ഈ ബോധം മനസ്സിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്നെ അള്ളാനെ പേടിയാ. സഹോദര, ഈ പേടിയിലൂടെ നടന്നു പോകുമ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ. ഈ ഉപ്പളക്കുന്നിലെ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവണം. ആണിനുണ്ടാവണം, പെണ്ണിനുണ്ടാവണം, മക്കൾക്കുണ്ടാവണം. പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ, മോളെ പാലില് വെള്ളം ചേർക്കോളെ. ഉമ്മ, ഉമർ കാണില്ല ഉമ്മ. മോളെ, ഉമർ റളിയല്ലാഹു തആല ഉറക്കമാണല്ലോ. ആരും അറിയാതെ പാലില് വെള്ളം ചേർക്കാൻ കൗമാരക്കാരിയായ സുന്ദരി പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചൊരു മറുപടിയുണ്ട്, ഉമ്മ
ഇദാ കാന ഉമറു നായിമൻ ഫറബ്ബു ഉമറു യഖ്ലാ. ഉമർ ഇറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഇറങ്ങില്ലല്ലോ ഉമ്മ. ഉപ്പളക്കൊന്നിലെ വീട്ടിൽ ഈ കൗമാരക്കാരി ഉണ്ടാവട്ടെ, ഉമ്മ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ കൈ പിടിച്ചിട്ടുമ്മ അള്ളാനെ പേടിക്കണേ ഉമ്മ, അള്ളാനെ പേടിക്കണേ ഉമ്മ, ഉപ്പാനെ ചതിക്കല്ല ഉമ്മ, ഗൾഫിൽ നിൽക്കുന്ന ഉപ്പാനെ ചതിക്കല്ല ഉമ്മ, അള്ള കാണുന്നുണ്ടുമ്മ എന്ന് പറയുന്ന കൗമാരക്കാരി പ്ലസ് 1 പഠിക്കുന്ന, പ്ലസ് 2 പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, ആരുമില്ലാത്ത സമയത്ത് കോളേജിന്റെ ഇടനാടികളിൽ കാമകനോട് സല്ലാപം നടത്തുന്ന, അന്യപുരുഷനുമായി ബീച്ചുകളിലൂടെ കറങ്ങി നടക്കുന്ന കൗമാരക്കാരിയിൽ നിന്ന് മാറി വീടിന്റെ ഉള്ളിൽ ഉമ്മ ഒരു തെറ്റ് ചെയ്യാൻ പോയാൽ ഉമ്മാടെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ടുമ്മ അള്ളാനെ പേടിക്കണേ, ആഖിറത്തെ പേടിക്കണേ, ഉപ്പാനെ ചതിക്കല്ല ഉമ്മ എന്ന് തിരുത്തി കൊടുക്കാൻ കഴിയുന്ന കൗമാരക്കാര് ഉപ്പളക്കുന്ന് മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഓരോ മഹല്ലിലെ വീടങ്ങനെയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.